ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ അല്പനേരത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 58-ാം വാക്യം. നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരും ആകുവിൻ. രോഗിയായ ഭാര്യയെ ഇംഗ്ലണ്ടിൽ തനിച്ചാക്കിയിട്ടായിരുന്നു C.T. സ്റ്റഡ് 52-ാം വയസ്സിൽ ആഫ്രിക്കയിലേക്ക് പോയത്. അവരുടെ ഈ വേർപാടിനെ അയൽക്കാർ കുറ്റപ്പെടുത്തി. നാട്ടുകാർ പറയുന്നത് കാര്യമാക്കേണ്ട എന്ന് സ്റ്റഡ് ഭാര്യയ്ക്ക് എഴുതി. നാം ദൈവത്തെ മാത്രമേ അനുസരിക്കേണ്ടതുള്ളൂ, നമുക്കെല്ലാവരെയും തൃപ്തിപ്പെടുത്താനാവില്ല. അദ്ദേഹം മില്ലറുടെ കഴുതയുടെ കാര്യവും ഓർമ്മിപ്പിച്ചു. മില്ലർ മകനുമായി ചന്തയിൽ പോകുകയായിരുന്നു. മകൻ നടക്കുകയും മില്ലർ കഴുതപ്പുറത്തിരിക്കുകയും ചെയ്തു. വഴിപോക്കർ പറഞ്ഞു കൊണ്ടുപോയി ആ ദുഷ്ടമനുഷ്യൻ കഴുതപ്പുറത്ത് സുഖമായി കയറിയിരുന്നിട്ട് മകനെ നടത്തുന്നു. ഇത് കേട്ട മില്ലർ മകനെ കഴുതപ്പുറത്ത് ഇരുത്തിയിട്ട് നടക്കാൻ ആരംഭിച്ചു. അപ്പോൾ വേറെ ചിലർ പറഞ്ഞു, മടിയൻ ചെറുക്കൻ കഴുതപ്പുറത്ത് കയറിയിട്ട് പാവം അപ്പനെ നടത്തുന്നത് കണ്ടോ. ഉടനെ രണ്ടുപേരും കൂടെ കഴുതപ്പുറത്ത് കയറി സവാരി തുടർന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇത് മൃഗങ്ങളെ പീഡിപ്പിക്കലാണ്, പാപം കഴുത. ഇത് കേട്ട അവർ താഴെ ഇറങ്ങിയിട്ട് കഴുതയുടെ കാലുകൾ കൂട്ടിക്കെട്ടി ഇടയ്ക്ക് ഒരു മരക്കൊമ്പ് കടത്തിയിട്ട് ഒരാൾ മുൻപിലും ഒരാൾ പിൻപിലുമായി തോളത്ത് വെച്ച് ചുമട് ആരംഭിച്ചു. അപ്പോൾ ജനങ്ങൾ ചിരിച്ചിട്ട് പറഞ്ഞു, 2 കഴുതകൾ മൂന്നാമതൊരു കഴുതയെ ചുമക്കുന്നത് കണ്ടോ. അവസാനം 3 പേരും കൂടെ നടക്കാൻ ആരംഭിച്ചപ്പോഴും ജനം പറഞ്ഞു, എത്ര വിഡ്ഢികൾ, കഴുതയുണ്ടായിട്ടും സവാരി ചെയ്യുന്നില്ലല്ലോ. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ച അവർക്ക് ഒന്നും സാധിച്ചില്ല. അതുകൊണ്ട് നാട്ടുകാർ എന്തു പറയുന്നു എന്ന് നോക്കാതെ നമുക്ക് കർത്താവിൻ്റെ വേലയുമായി മുൻപോട്ട് പോകാം. ഈ പ്രഭാതത്തിലെ വചനധ്യാനത്തിലൂടെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനായിട്ടുള്ള ആർജവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്കും നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, മടി കൂടാതെ അലസത കൂടാതെ മനുഷ്യരുടെ മുഖം നോക്കാതെ കർത്താവിൻ്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. മറ്റുള്ളവർ ഞങ്ങളെപ്പറ്റി എന്തു പറയും എന്ന് ചിന്തിക്കാതെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി കരുതും, കർത്താവ് ഞങ്ങളെ മാനിക്കും, അനുഗ്രഹിക്കും എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടെ കർത്താവിൻ്റെ വേല മറ്റുള്ളവരുടെ മുമ്പിൽ ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.